നമസ്കാരം. ഗുഡ് മോർണിംഗ്. അതായത് മാർക്കറ്റിങ്ങിലൂടെ ചില തന്ത്രങ്ങൾ പ്രയോഗിക്കും. ആ തന്ത്രങ്ങളിലൂടെ മനുഷ്യനറിയാതെ ചില മൈൻഡ് ഗെയിമുകൾ അതുപയോഗിച്ച് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മളെ കൊണ്ട് കൂടുതൽ സാധനം വാങ്ങിപ്പിക്കുകയും നമ്മളെ സാധനങ്ങൾ വാങ്ങാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഒരു മാർക്കറ്റിങ്ങിൽ ആ സബ്ജക്റ്റിൽ PhD ചെയ്യുന്ന എനിക്ക് കുറച്ച് കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന് തോന്നുന്നു. അതെന്താണെന്ന് ഞാനത് രസാവഹമായി ഓരോരോ പോയിന്റുകൾ പറയാം. ഒന്ന് രണ്ടെണ്ണം നിങ്ങൾ സിനിമകളിലൊക്കെ കേട്ടിട്ടുള്ളതാ. അതായത് ഒന്നാമത്തെ അത് തന്നെ പറയാം. ഏത് സിനിമയാണെന്ന് ചോദിച്ചാൽ ദിലീപാണ് അത് പറയുന്നത്. ഈ ടൂത്ത് പേസ്റ്റിന്റെ വാത്തലം വലുതാക്കി നമുക്ക് ഉപയോഗിക്കുന്നതിന്റെ അളവ് കൂട്ടിയെടുക്കും. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ. നമ്മൾ വിചാരിക്കും നമ്മളത് വലിയ ശ്രദ്ധിക്കാതെ പിടിച്ചാ ചെയ്യുന്നതെന്ന്. പിടിച്ച് ചെയ്താലും രണ്ട് തരത്തിലാണ് ഈ പേസ്റ്റ് എടുക്കുന്നത്. മനസ്സിലാവുന്നു? ഈ പേസ്റ്റ് എന്ത് ചെയ്യുമെന്നറിയാമോ? കൊച്ചുങ്ങളാണെങ്കിൽ നല്ലോണം ഞെക്കും. തിരിച്ചത് അതിനകത്തോട്ട് കയറ്റിയിടാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പം ഒന്നത്. രണ്ട്, ചിലർ ബ്രഷിന്റെ മുകൾ ഭാഗത്ത് മൊത്തം തേച്ച് പിടിപ്പിക്കും. അപ്പൊ ഇത് വലുതായിട്ട് അത്രയും വരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതായത് ഒരു മാസത്തിൽ 2 or 3 പ്രാവശ്യം 100 ഗ്രാമിന്റെ പേസ്റ്റ് മേടിപ്പിക്കണം. മനസ്സിലാവുന്നോ? നിത്യ ചെലവ് പേസ്റ്റിന്ന് എത്ര ആക്കി എടുക്കണം? 300 രൂപ ഒരു വീട്ടിലാക്കണം. മനസ്സിലാവുന്നോ? അപ്പൊ രണ്ടാമത്തെ കേസ് സോപ്പിനകത്താണ്. സോപ്പിലവര് പാക്കറ്റ് അങ്ങ് മാറ്റി. സോപ്പ് എത്രയേ ഉള്ളൂ? ആ പഴയ വലിപ്പത്തിലുള്ള സോപ്പ് മാത്രമേ ഇന്നും ഉള്ളൂ. മനസ്സിലാവുന്നോ? ആ സോപ്പിനെ പല രീതിയിലാക്കി മാറ്റും. അതുപോലെ തന്നെ ഷാംപൂ. മനസ്സിലാവുന്നോ? ഈ പാക്കറ്റിനകത്താ വ്യത്യാസം വരുന്നത്. അതായത് നമ്മളോട് തോന്നിപ്പിക്കുകയാണ് പാക്കറ്റ് എടുത്ത വില കുറഞ്ഞു. മനസ്സിലാവുന്നോ? ഫാമിലി പാക്ക് പോലെ. അല്ല, അത് നമുക്ക് അടുത്ത പോയിന്റ് ആയിട്ട് വേണമെങ്കിൽ പറഞ്ഞുതരാം. അപ്പം ഇതെന്ത് ചെയ്യും? ഒരു നല്ല കവറ്, ഇച്ചിരി ടൈറ്റ്, അതിനകത്ത് ഒരു കവറ്, അതിനകത്തൊരു കവറ്. മനസ്സിലാവുന്നു? വലിപ്പം ആ പീസിന് വലിപ്പം ചിലപ്പം കുറഞ്ഞിരിക്കും. ഇതാണ് അവരുടെ ഒരു ടെക്നിക്ക്. മനസ്സിലായോ? അളവോട്ട്. പക്ഷേ ഇതിനകത്ത് വലിപ്പം എന്ന് പറയുന്നത് വ്യത്യാസപ്പെടുത്തിയിട്ടില്ല, അളവ് കൂടിയിട്ടുമില്ല. റേറ്റിൽ മാത്രമാണ് വ്യത്യാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു പാക്കറ്റ് മാറ്റുമ്പോൾ ഉണ്ടല്ലോ, നല്ലൊരു കവർ വെച്ച് കഴിഞ്ഞാൽ ഒരു സോപ്പിന് ഒരു 3 രൂപ കൂട്ടാം മിനിമം. സോപ്പൊക്കെ നമ്മൾ പറയുന്ന 5 രൂപയ്ക്കും 8 രൂപയ്ക്കും. പണ്ടത്തെ ലൈഫ് ബോയ് നമ്മൾ എത്ര ദിവസം തേക്കുമായിരുന്നു? പിന്നെ ഏതാ നമ്മുടെ കുട്ടിക്കാലത്തെ. ഇപ്പോഴത്തെ എന്ന് പറയാം, ഇപ്പോഴത്തേനകത്തെന്ന് പറഞ്ഞ ഇവര് ഒരാഴ്ച പോലും പതയുന്ന കണ്ടന്റ് കൂടുതൽ ഇട്ടേക്കാം. പെട്ടെന്ന് അരിയും. അത് കൂടുതലാ. അപ്പൊ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇത് ഇവരുടെ ഒരു തന്ത്രമാ. അപ്പം നമുക്ക് ഒരു സോപ്പ് നമ്മുടെ വീട്ടിൽ എത്രണ്ണം വേണ്ടി വരും? ഒരു 10 7 കുട്ടിക്കോ? അപ്പോഴത്തേക്ക് ഒരു 50 രൂപയൊക്കെ, ഒരു 35 40 രൂപ 50 രൂപയുള്ള സോപ്പുകളാണ്. അപ്പൊ എത്രയായി? അപ്പൊ സോപ്പിനകത്തുനിന്നും പേസ്റ്റിനകത്തുനിന്നും നമ്മൾ ചിന്തിക്കാതെ പോകുന്ന കാര്യങ്ങളാ. 500 രൂപ അത് ഏകദേശം 700 രൂപ 600 രൂപ 700 രൂപ എത്തിച്ചു. മനസ്സിലാവുന്നു? തേയില നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നമില്ല. ഏത് തേയില കിട്ടിയാലും നമ്മൾ എങ്ങനെ ഇടുന്നേ? ഇത്ര വെള്ളത്തിന് ഇത്ര തേയില എന്നുള്ള കൺസെപ്റ്റിലാണ് നമ്മൾ പോന്നെ. വലിയ പ്രശ്നം വരാത്തതിന്റെ കാരണം അതാ. പഞ്ചസാര വലുതായിട്ട് കുറയത്തുമില്ല. പഞ്ചസാര വലിയ കൂടുതലായിട്ട് നമുക്ക് വേണ്ട. കാരണം മിക്കവരും ഷുഗറും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് പഞ്ചസാര മാത്രം ഒഴിവാക്കും. അപ്പൊ അവരെന്ത് ചെയ്യുമെന്നറിയാം? പഞ്ചസാര നീ മേടിക്കാം. അല്ല, തേയിലയുടെ പറയാം. തേയില എന്തുവരെ ഞാൻ പറഞ്ഞത്? തേയില. ഈ സാധാരണക്കാരന് തേയിലക്ക് എന്തോ വേണം? കള്ളം വേണം. അല്ല, കളർ വേണം. കടുപ്പവും വേണം. കടുപ്പം ഉണ്ടായാലും വെളുത്ത് തന്നെ ഇരിക്കും. നല്ല കടുപ്പം ഉണ്ടെന്നുണ്ടായാലും അവൻ അംഗീകരിക്കത്തില്ല. അവനെ കളറൂടെ മാറി കിട്ടണം. മനസ്സിലാവുന്നോ? യുവമാര് ഈ പൊടി എന്ത് ചെയ്യും? കൂടുതല് പൊടി എന്ന് പറഞ്ഞ മിക്സ് ചെയ്യും. മിക്സ് ചെയ്തിട്ട് കടുപ്പത്തിന് വേണ്ടി എന്തെങ്കിലും കെമിക്കൽസ് അതിനകത്ത് ആഡ് ചെയ്യും ഉണക്കുന്ന സമയത്ത്. അപ്പം തേയിലയിൽ അങ്ങനെ ഒരു ചീറ്റിംഗ് ഉണ്ട്.
പിന്നെ ഇതിന്റെ കൂടെ ഞാൻ വിട്ടുപോയ ഒരു പോയിന്റ് പറഞ്ഞല്ല, പഞ്ചസാര. പഞ്ചസാര ആൾക്കാർ ഈ ഷുഗർ ഉണ്ടായിട്ട് വാങ്ങത്തില്ല. അപ്പൊ യുവമാർ എന്ത് ചെയ്യുന്നറിയാമോ, വൈറ്റ് ഷുഗർ എന്നും പറഞ്ഞുകൊണ്ട് വരും. ഈ വൈറ്റ് ഷുഗറിനകത്തും സ്വീറ്റ്നർ കയറ്റിയിട്ടുണ്ട്, അത് വ്യക്തമായിട്ട് ആ പാക്കറ്റിലുണ്ട്. പക്ഷെ ആരെങ്കിലും പാക്കറ്റ് വായിച്ചു നോക്കി, അതിന്റെ കണ്ടന്റ് വായിച്ചു നോക്കി, അതിന്റെ വലിപ്പം വായിച്ചു ചോദിച്ചു എന്തെങ്കിലും ചെയ്താണോ വാങ്ങിക്കുന്നേ? ഐഡിയ കിട്ടിയോ? അപ്പൊ അങ്ങനെയും പ്രശ്നമാവും. പിന്നെ ഈ ഫാമിലി പാക്കിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലല്ലോ, പഴയ അളവിൽ തന്നെ സാധനം പുതിയ കവറിലിട്ടിട്ട് അതിനകത്ത് ഫാമിലി പാക്ക് എന്ന് എഴുതിയിട്ടേ ഉള്ളൂ. പക്ഷെ അത് ഒരാഴ്ച കൊണ്ട് തീരുവോ ഈ 4 5? അല്ല, അന്നേരം നമ്മുടെ ഉപയോഗക്തത കൂടി. നമ്മൾ ഒരു പ്രാവശ്യം മേടിച്ചോളൂ, അത് ആ ആൾക്കാർ ശ്രദ്ധിക്കാത്തത് കൊണ്ടാ. ഈ 4 കിട്ടി നമുക്കിപ്പം നമ്മുടെ കയ്യിൽ കൊതിയുള്ള ഒരു സാധനം, അല്ലെന്നുണ്ടെങ്കിൽ നിത്യേന ഉപയോഗിക്കുന്ന ഫാസ്റ്റ് മൂവിംഗ് ഗുഡ്സ് FMCG പോലുള്ള ഒരു സാധനം നമ്മുടെ കയ്യിലിരുന്ന എപ്പോഴും ഉപയോഗിക്കും. ഈ ചീപ്പ് മേടിക്കുമ്പോൾ കണ്ടിട്ടില്ലേ, ഏതാ ഈ മുടി പേനൊക്കെ എടുക്കുന്ന ചീപ്പിന്റെ എന്തോ ഒരു പെയിൻ ചീപ്പ്, അതിന്റെ ഒരു 10ാമത്തെ റോ അങ്ങ് ഒടിഞ്ഞു പോകും. മനസ്സിലാവുന്നോ? കാരണം എന്താ, ആ സ്ഥലത്ത് അവന്മാര് ഈ ടീത്ത് ഇടുന്ന സമയത്ത് എന്ത് ചെയ്യുന്ന വീതി കുറയ്ക്കും. അല്ലെ, ഐഡിയ കിട്ടിയോ? അങ്ങനെ ഒരു 3 എന്തോ ചെയ്യും, ഈ സാധനം അങ്ങ് ഒടിഞ്ഞു പോകും എന്ന് പറഞ്ഞുകൊണ്ട് ഒരേ പീസിനകത്ത് തന്നെയല്ലേ ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കും. അതിനകത്ത് ആ വീതി കുറയ്ക്കുമ്പോ ഈ സാധനം എന്താ ഒരു വലി വലിക്കുമ്പോ പിന്നെ 2 ദിവസം കഴിയുമ്പോഴത്തെ നമ്മൾ പിന്നെ ഉപയോഗിക്കുമോ? ഇല്ല. പെയിൻ ചീപ്പിന്റെ വില അങ്ങനെയല്ലേ. ഈ റൗണ്ട് ജീപ്പുകൾ കണ്ടിട്ടുണ്ടോ? എന്റെ ദൈവമേ, റൗണ്ട് ജീപ്പുകളിനകത്തെല്ലാം പ്രശ്നമാണ്. ഈ സംഭവം എന്ന് പറഞ്ഞാൽ മനുഷ്യനെ പറ്റിക്കുന്ന അടുത്തൊരു ഫാമിലി പാക്കിന്റെ കാര്യം ഞാൻ പറഞ്ഞു. പിന്നെ എന്തായിരുന്നു, പിന്നെ വേറൊരു സാധനമാണ്, ഈ വലിയ വലിയ ഷോപ്പുകളിൽ ചെന്നാൽ, ചെറിയ ഷോപ്പുകളിൽ കൊണ്ടുവന്നു, എന്നാൽ നമ്മുടെ ഗ്രാമപ്രദേശത്ത് ഇല്ല. കാരണം എന്താ, അവരിത് മേടിച്ചുകൊണ്ടൊന്ന് 4 ഇളക്കി വെക്കുന്നത്, ഒരു ലാഭം കിട്ടിയാൽ അത്രയെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ച്. അവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഫാമിലി പാക്ക് അല്ലെ, ഈ ബൈ 1 get 1 ഫ്രീ. മനസ്സിലാവുന്നോ? ഈ സാധനം എന്തെന്നറിയാം, കടയിലോട്ട് കയറി ചെല്ലുമ്പോ അമ്മമാര് പറയാം, ഇതിന്റെ വേറൊരു പ്രധാനപ്പെട്ട ട്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് അതിന്റെ റേറ്റിനകത്ത് വ്യത്യാസം ഓൾറെഡി വരുത്തി കഴിഞ്ഞു. 2 ഉള്ള റേറ്റിനകത്തുള്ള സംവിധാനത്തേക്ക് മാറ്റും. മനസ്സിലാവുന്നോ? അവിടെ മാർക്കറ്റിംഗ് ചാർജും മറ്റുള്ള ചാർജുകളിലുമാണ് ചെറിയൊരു വ്യത്യാസം വരുന്നത്. പക്ഷെ നമുക്ക് ഒരെണ്ണത്തിന്റെ ആവശ്യമല്ലേ ഉള്ളായിരുന്നു, നമ്മളെ കൊണ്ട് 2 മേടിപ്പിച്ചു. മനസ്സിലാവുന്നോ? ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരേ സമയത്ത് തന്നെ അയാൾ പർച്ചേസ് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് മാക്സിമം സാധനം എടുത്ത് അവരിതിന്റെ റേറ്റ് എന്തു ചെയ്യും, അഡ്ജസ്റ്റ് ചെയ്യും. ഇടയിൽ നിന്നോട് ഒരു എല്ലാ മാനുഫാക്ചറിങ് കമ്പനികളിലും എന്തുകൊണ്ട് 100 പീസ് എടുത്താൽ ഇത്ര രൂപ, 1000 എടുത്താൽ ഇത്ര, 10,000 എടുത്താൽ ഇത്ര, 1,00,000 പീസ് എടുത്താൽ ലുലു അങ്ങനെ എടുക്കുന്നത്, 1,00,000 പീസ് എടുത്തു കഴിഞ്ഞാൽ ഇത്ര. അപ്പൊ അവർ 1,00,000 പീസ് എടുക്കും. കാരണം എന്താ, അവർക്ക് 5 ലുലു ഉണ്ട്. അപ്പം അല്ലെ 10 ലുലു ഉണ്ട്. അപ്പോഴത്തേക്ക് ഈ സാധനത്തിന്റെ ബൾക്ക് യൂസ് നടക്കുക. യഥാർത്ഥത്തിൽ ഈ കടക്കാരനോ ഈ മാനുഫാക്ചർ എന്ന് പറയുന്ന ആള് ഡിഫറെന്റാ. അത് കമ്പനി, അങ്ങനെയുള്ള കമ്പനികളും ഉണ്ട്, അല്ലാതെ സാധാരണക്കാരൻ മേടിച്ചാലും അവന്റെ ഇന്ന് ചേന എടുക്കുമ്പോൾ അവന്റെ ആ തോട്ടം മൊത്തത്തിൽ മേടിച്ചിട്ട് അവനെ കൊണ്ട് തന്നെ കളപ്പിച്ച് കഴിവിപ്പിച്ച് അമ്മമാരെടുത്തോണ്ട് പോകും. അപ്പൊ അവൻ നോക്കുമ്പോ ഇനി മല്ലവനോട് പറഞ്ഞ് ഇനി മഴ പെയ്ത് അവൻ എന്ത് ചെയ്യും, ഈ സാധനമൊക്കെ ഒരു 10 പൈസക്ക് അങ്ങ് കൊടുക്കും. ഇതാണ് ഇതിന്റെ വേറൊരു ട്രിക്ക്. ഇനി ഈ സബ്സ്ക്രിപ്ഷൻ ട്രാപ്പ് ഉണ്ട്. നിങ്ങൾ എനിക്ക് തന്നെ പണി കിട്ടിയതാ. എന്തുവെന്നറിയാമോ, ഞാൻ ഈ സിബിൽ സ്കോറിന്റെ ഈ സിബിൽ സ്കോർ എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ ഫ്രോഡ് പരിപാടിയാണ്. അത് ഈ ബാങ്കുകളുടെ ഒരു ഇതാ. അങ്ങനെ ക്വാളിറ്റി നോക്കിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ രാജ്യത്ത് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അങ്ങനെ ആണെങ്കിൽ മോഡറേഷൻ ഇട്ട് കൊടുത്ത് 10ാം ക്ലാസ്സിലെ പിള്ളേരെ പാസ്സാക്കിക്കാൻ പറ്റൂ. അപ്പൊ ഇത് മാത്രം എന്തുകൊണ്ട് വരുന്നെന്ന് ചോദിച്ചാൽ, ഇതെന്ന് പറഞ്ഞാൽ മനുഷ്യനെ പിച്ചക്കാരനാക്കി ജീവിക്കാനുള്ള ഇവരുടെ ഒരു തന്ത്രമാണ്. അപ്പം അത് പോട്ടെ. സബ്സ്ക്രിപ്ഷൻ ട്രാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങള് ഈ ഫേസ്ബുക്കിലൂടെയൊക്കെ ഓരോ ആപ്പുകൾ OTT ഒക്കെ ഇതെന്ത് ചെയ്യുമെന്നറിയാമോ, 1 മാസത്തേക്ക് ഫ്രീ. മനസ്സിലാവുന്നു? എന്നിട്ട് ഭയങ്കര പരസ്യവും. ഈ 1 മാസം എടുക്കുന്നവന്റെ ഇന്ന് ഓട്ടോമാറ്റിക്കലി 2ാമത്തെ മാസം അവന്മാരെ കട്ട് ചെയ്യുക. നമ്മുടെ ഇന്ന് ആദ്യമേ ഒപ്പിട്ട് മേടിച്ചായിരുന്നു. നിനക്ക് ഐഡിയ കിട്ടിയോടെ? അപ്പൊ അതാണ് അടുത്ത വേറൊരു തന്ത്രം. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ വേറൊരു തന്ത്രം എന്തെന്നറിയാം മാർക്കറ്റിങ്ങിന്റെ, സപ്ലൈ ലിമിറ്റഡ്. എന്താ പറയും, ഇനിയില്ല, സംഭവങ്ങള് തീർന്നു പോയി, ഇനിയില്ല എന്ന് തോന്നിപ്പിക്കും. അതെ, അതിന് ദൈവമേ, ഞാൻ പണ്ടൊരു വേറൊരു സാധനം ഉണ്ടല്ലേ, അത് ഈ TV-യിൽ ഇങ്ങനെ ചാനൽ വരുന്നേ, നാപ്തോള്.
യഥാർത്ഥത്തിൽ നാപ്തോള് എന്ത് പറയുന്ന അറിയാം, ഇനി ഓൺലി 2 pieces. അത് കഴിഞ്ഞിട്ട് അവന്മാർ എന്ത് ചെയ്യും, കുറച്ച് അരമണിക്കൂർ കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഏതാണ്ട് 100 പീസ് ആ സമയത്ത് വിറ്റിട്ടുണ്ട് അരമണിക്കൂറിനകത്ത്. നമ്മൾ പിന്നെയും നോക്കുമ്പോഴത്തേക്ക് 3 പീസ് ഇനിയേ ഉള്ളൂ. മനസ്സിലായോ? സപ്ലൈ ലിമിറ്റഡ് കാണിച്ച് നമ്മൾ എന്തോ ചെയ്യും, ലിമിറ്റഡ് സ്റ്റോക്ക് കാണിച്ച് നമ്മളെവിടെ കയറ്റിക്കും. മനസ്സിലാവുന്നോ? അതാണ് രണ്ടാമത്തെ പ്രശ്നം. അല്ലെന്നുണ്ടെങ്കിൽ നെറ്റിലൂടെ കാണിക്കുന്നത്. നീ ഈ നെറ്റിൽ കൂടെ മേടിക്കുന്ന സാധനങ്ങളുടെ എല്ലാം ഒരു പ്രശ്നം ഞാൻ പറയാം. പിന്നെ ഏതെങ്കിലും പാക്കറ്റിനകത്ത് ഈ ഗുണമേന്മ ടെസ്റ്റ് ചെയ്തു എന്നൊക്കെ കാണിക്കും. മനസ്സിലാവുന്നോ? യഥാർത്ഥത്തിൽ ഗുണമേന്മയല്ല ചെക്ക് ചെയ്യുന്നത്. അവിടെ എന്തെങ്കിലുമൊക്കെ എഴുതിയേക്കും, എന്തുവാ ഡെർമറ്റോളജി ടെസ്റ്റഡ്, അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ടെസ്റ്റഡ്, എങ്ങനെയൊക്കെ എഴുതി വെച്ചേക്കും. മനസ്സിലാവുന്നോ? അപ്പൊ നമ്മുടെ കൺസെപ്റ്റ് അതിലെ മൊത്തത്തിൽ ഓക്കെ ആണെന്നാ. യഥാർത്ഥത്തിൽ അവർ മൊത്തത്തിൽ ഓക്കെ എന്ന് പറയുന്ന ഒരു വേർഡ് എഴുതത്തേ ഇല്ല. അതിന്റെ ക്വാളിറ്റി ഒരു കാരണവശാലും. പക്ഷെ നിങ്ങളൊരു സാധനം മേടിക്കുമ്പോൾ എന്തോ നോക്കണം. ഫോർ എക്സാമ്പിൾ, ഷുഗറിന്റെ മെഡിസിൻസ് 1-2 ഞാൻ പറയാം. ജമർ 1, ജമർ 2, അല്ലെ ടെനീസ, അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ വക സാധനങ്ങൾ ഇത് ബ്രാൻഡഡ് ആവും. അതോടൊപ്പം തന്നെ ജനറിക്കും ഉണ്ട്. ഈ ജനറിക് മെഡിസിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുന്നറിയാമോ, ഇതിന്റെ കണ്ടന്റ് ഓറിയഡ് ആയിട്ടാ പറയുന്നത്. അവർ യഥാർത്ഥത്തിൽ ജമർ 1 എന്ന് പറയുന്നത് ഈ ജനറിക്കിൽ കാണത്തില്ല. അപ്പൊ ഈ നമ്മൾ ഈ ബ്രാൻഡ് കൊടുക്കുന്ന, അതായത് നിങ്ങൾ നൈക്കിന്റെ ഷൂ മേടിക്കുന്നു, അതോടൊപ്പം തന്നെ വേറൊരു ഷൂ മേടിക്കുന്നു. അല്ലെ പൂമയുടെ ഞാൻ മേടിച്ച ഷൂവിന് 5000 രൂപയാണ്. ആൾക്കാർ നോക്കും, പൂമയുടെ ഷൂ ഇട്ട് നടക്കുന്നു, ഇവൻ വലിയ കോടീശ്വരൻ. റാഡോയുടെ വാച്ചിട്ട് നടക്കുന്നു, ഇവൻ വലിയ കോടീശ്വരൻ. മനസ്സിലാവുന്നു? അവൻ ചിലപ്പോൾ അത് CC ഇട്ടെടുത്താ. കാരണം എന്താ, ആ റോഡോയും ആ പൂമയുമാണ് അവൻ വേറൊരാളെ പറ്റിക്കാൻ ഉപയോഗിക്കുന്നത്. സാധാരണക്കാരന്റെ അടുത്ത് എന്തോ ചെയ്യുമെന്നറിയോ, ഇത് സാധാരണക്കാരന്റെ അടുത്താണ് ഈ ബിസിനസ്സുകളെല്ലാം നടത്തുന്നത്. അപ്പൊ ഈ എന്തോ അതിന് പറയുന്നത്, നമ്മുടെ ഈ ഷൂ അതേ സമയത്ത് നമ്മൾ ഇപ്പം പുതിയൊരു കട, നമ്മൾ പോകുന്ന കടകളുണ്ടല്ലേ, ഇല്ല ചുമ്മാ കിട്ടുന്ന എവിടെ സ്ഥാപിച്ചായ രഞ്ജി മാക്സ് സ്റ്റുഡിയോ, ഇവിടെ ചെന്ന് കഴിഞ്ഞാലോ 700 രൂപയ്ക്ക് അമരത്ത് ഷൂ തരും. മനസ്സിലാവുന്നോ? അപ്പം ഇതിന്റെ ക്വാളിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ്, അതായത് ഒരെണ്ണത്തിന് 700 രൂപ വെച്ചിട്ട് എത്ര മാസം ഉപയോഗിക്കാം? 700 × 5 എന്നാലും 3500 വരും. മനസ്സിലാവുന്നോ? ഇത്തരത്തിൽ ക്വാളിറ്റി ഉണ്ട് എന്ന് നമ്മളെ ധരിപ്പിക്കുന്ന സംഭവം. മനസ്സിലാവുന്നോ? ഇപ്പൊ ഇതെല്ലാം ശരീരത്തിനകത്ത് സോപ്പിട്ട് കുളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അഴുക്ക് കളയാനാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് സൗന്ദര്യം വർദ്ധിക്കുമെന്ന് വിചാരിക്കരുത്. സൗന്ദര്യവർദ്ധകത്തിന്റെ മൊത്തം ഞാൻ പറഞ്ഞ സംഭവം വേണമെങ്കിൽ വേറൊന്നും അതിനകത്ത് പറഞ്ഞുതരാം. അപ്പൊ ഞാനിപ്പോ എന്താ ഇപ്പൊ ഈ ടെസ്റ്റ് ചെയ്ത ഗുണമേന്മ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് പറയും. യഥാർത്ഥത്തിൽ അവിടെ സംഭവം ഇല്ല. പിന്നെന്ന് പറഞ്ഞാൽ അപ് ടു 50% ഓഫ് എന്ന് പറയും. കേട്ടുണ്ടോ? കടകൾ ഭയങ്കര 50% എന്തോ ചെയ്യുന്നു, ഓഫാണ്. മനസ്സിലാവും? ചിലവന്മാര് കട കാലിയാക്കുന്നു. നമ്മളെടുത്ത് അകത്ത് കയറുമ്പോ എന്ത് ചെയ്യുന്നറിയാം, ചില സാധനം ഒന്നും ഇല്ല. ഏറ്റവും കൊള്ളാത്ത സാധനങ്ങളാണ് ഈ കാലിയാക്കുന്നത്. ബാക്കി നല്ലതൊന്നും അതേപോലെ കിട്ടില്ല. 100% അല്ലേ? അതെല്ലാം എന്താ ചെയ്യുന്ന അറിയാമോ, അത് ആ റോ ഇല്ല കേട്ടോ. അപ്പൊ നമ്മള് ഇത്രയും സമയം കളഞ്ഞ് ഇവിടെ വന്ന് കയറി എന്നാ അതുകൂടെ ഒന്ന് നോക്കാം. അപ്പൊ അതാണ് ആ ബിസിനസ്സിൽ ഉദ്ദേശിച്ചത്. നമ്മളെല്ലാരും അത് മറ്റേതാ മേടിച്ചിട്ട് പോന്നേ. ഈ സാധനത്തിനും ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ കളിയാക്കുന്ന പോലെ തോന്നി. എന്നാ ഇപ്പൊ അവനോട് ഞാൻ പിച്ചക്കാരനല്ലാതെ തെളിയിക്കാൻ ഇവൻ തന്നെ ചുമതലപ്പെട്ടു പോവും. മനസ്സിലാവുന്നോ? ഇതൊരു മാർക്കറ്റിങ്ങിന്റെ വലിയ ഒരു തന്ത്രമായത്. മനസ്സിലാവുന്നോ? ഇനി അടുത്ത ഈ ബ്യൂട്ടി പാർലറൊക്കെ ഉണ്ടല്ലോ, ഞാൻ മുമ്പേ പറഞ്ഞേ. മനസ്സിലായി? ഈ പട്ടികളെ കൊണ്ടുവന്നതിനകത്ത് അജയൻ ചേട്ടൻ പട്ടിയെ കൊണ്ടുവന്ന് കാണിക്കുന്നതിന് എത്ര 2000 രൂപയാ. മനുഷ്യന്റെ തല കിട്ടുന്നതിന് എത്ര 100 രൂപയുള്ളൂ. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഇത് കൊണ്ടുപോകുന്നത് പട്ടിയെ അങ്ങനെ കൊണ്ടുപോകണം, പട്ടിയെ കളിപ്പിക്കണം, പട്ടിയുടെ കാലും കൈയും ഒക്കെ ഒന്ന് ഇളക്കണം, വാലിട്ടൊന്ന് കറക്കണം. മനസ്സിലാവുന്നു? അപ്പൊ അത് അങ്ങനെയുള്ളവരോ കാശുള്ളവരെന്തോ വിചാരിക്കും, ഓ ഞങ്ങളുടെ പട്ടി കാരണം കുട്ടികളൊന്നും കൂടെ ഇല്ല, പട്ടികൾ മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു സമൂഹം ഇന്നുണ്ട്. മനസ്സിലാവുന്നോ? അപ്പൊ ഈ സമൂഹം എന്താ കൂടുതൽ സ്നേഹിക്കും. നമുക്ക് തന്നെ ലിയോണയെ കൊണ്ടല്ലേ ഇപ്പൊ വരുന്നേ, കൊച്ചുങ്ങൾ രണ്ടുപേരും ഇല്ല. അപ്പൊ ലിയോണയാണ് നമ്മുടെ ഏറ്റവും അടുത്ത ആള്. നമുക്ക് ലിയോണെ ഒന്ന് സൂപ്പിക്കാൻ ഒന്ന് കുളിപ്പിക്കാന്നൊക്കെ വിചാരിച്ചു. എന്നാ അതിലും വൃത്തിയായിട്ട് നമ്മളിവിടെ കുളിപ്പിക്കും, സോപ്പ് ഇട്ട് കൊടുക്കും, ഭയങ്കരമായിട്ട് അവനെ കെയർ ചെയ്യുകയും ചെയ്യും. മനസ്സിലാവുന്നോ? അപ്പൊ ഇതേപോലെ ഉള്ളൊരു പ്രശ്നമുണ്ട്. ഇത് ചെയ്യും നമ്മൾ എന്ത് ചെയ്യും, ഈ വൈറ്റനിങ്ങും ഗ്ലോയിങ്ങും 2 പേര്. ഐഡിയ മനസ്സിലായോ? അപ്പൊ നിങ്ങക്ക് വൈറ്റനിങ് മാത്രം പോരാ, നിങ്ങക്ക് വെളുത്താ പോരാ, നിങ്ങൾക്ക് ആ തിളക്കം കിട്ടണോ. മനസ്സിലാവുന്നോ? അത് സത്യത്തിൽ എന്തോ വ്യത്യാസമെന്ന് എനിക്കറിയത്തില്ല. അതൊരു വ്യത്യസ്തമായ വാഗ്ദാനങ്ങൾ നമുക്ക് തരുന്നതാ. ഐഡിയ കിട്ടിയോടെ? അടുത്ത എന്തോന്ന് ചോദിച്ചാൽ ഒരു ബിഗ് പാക്ക് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. മനസ്സിലായോ?
ബെറ്റർ വാല്യൂ എന്ന് നമുക്ക് തോന്നിപ്പിക്കും. ഓ ബിഗ് പാക്കോ, എന്നാ പിന്നെ 4 സോപ്പ്, ഒരു സോപ്പ് മേടിക്കേണ്ടോ 4 5 സോപ്പ് മേടിക്കുന്ന ആ തന്ത്രം മനസ്സിലായോ? അപ്പൊ അതായി അടുത്ത തന്ത്രവന്മാരുടെ. പിന്നെന്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്നാക്സും ചിപ്സും ഒക്കെ ഉണ്ടല്ലോ, അറിയാമോ? ഇടേ നമ്മുടെ പൊരിപ്പ് സാധനങ്ങള്, അതായത് ഇപ്പം ലേസ് ബോയ്സ് ഒക്കെ ഉണ്ടല്ലോ, കവറിനകത്ത് എയർ കയറ്റി അടിച്ചു. പേസ്റ്റിന്റെ കേസ് തന്നെയാണ്. പേസ്റ്റിനകത്ത് എയർ ഉണ്ടോ? ആദ്യം എയർ കയറ്റിയിട്ട് പിന്നെ അതിനകത്തിലോട്ട് കുന്നരാണ്ണം കയറ്റുക. നീ പറഞ്ഞ മറ്റേ നീ ഇന്നലെ പറഞ്ഞു തരുന്ന സാധനത്തിന്റെ പേര് കൊച്ചുങ്ങൾ ഇന്ന് വന്നില്ലേ? കൊച്ചുങ്ങള് നമ്മുടെ പരുമല പള്ളിയിൽ ഒരു ക്യാമ്പ് നടക്കുന്നത്. രണ്ടുകൂടി ഇന്നലെ അവിടെ പോയി പെർഫോം ചെയ്തോണ്ടിരിക്കുക. ഇന്ന് വരും, ഇന്ന് വിളിച്ചോണ്ട് വരണം. പിന്നെ ഗാന്ധി ഭവനിലൊക്കെ ഒന്ന് കറങ്ങി അതുവഴി ഇനി വരണം. എന്ത് വരുന്നില്ല, ഞാൻ ഇപ്പൊ പറഞ്ഞ പോയിന്റ് പോയി. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ വെച്ചാൽ ചുമ്മാ മനസ്സിൽ വരുന്ന ഇങ്ങനെ അടിക്കുക. അപ്പം ഈ ഓർഡർ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ അങ്ങ് മറന്നു പോകും. പേസ്റ്റ് ഫാമിലി പാക്ക് എന്ത് വരുന്നു? ഓക്കെ. പിന്നെ വേറെ എന്ത് പറയാനുള്ള? സൂപ്പർ മാർക്കറ്റിനെ പറ്റി പറഞ്ഞുതരാം കേട്ടോ. സൂപ്പർ മാർക്കറ്റിന്റെ കൂട്ടൊരു ചതി സാധനം ലോകത്തില്ല. അതായത് സൂപ്പർ മാർക്കറ്റിൽ ചീപ്പ് വിലയുള്ള സാധനങ്ങളൊക്കെ എവിടെ ആയിരിക്കും വെക്കുന്നത്? നിങ്ങൾ ഇനി മുതൽ ശ്രദ്ധിച്ചോണം. സൂപ്പർ മാർക്കറ്റിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ പോകുമ്പോ നീ നിക്ക്, അങ്ങോട്ട് പോകാനൊക്കത്തില്ല. സൂപ്പർ മാർക്കറ്റിൽ പോയാണ്ടല്ലോ എന്ത് കാണത്തില്ല? പഞ്ചസാര ഇരിക്കുന്ന അതിന്റെ അങ്ങ് എൻഡിലായിരിക്കും. എന്താ കാര്യം? ഓ എന്തുവാടേ, അല്ലടേ ചീപ്പുള്ളതെല്ലാം വിലയെല്ലാം മുകളിലെ വെക്കും. നമ്മുടെ കൈകൊണ്ടും കണ്ണുകൊണ്ടും കാണാത്ത കാര്യങ്ങളെ വെക്കൂ. അപ്പൊ അവിടെ ഇരുന്നോളൂ. നമ്മുടെ പക്ഷെ പരസ്യം ചെയ്യുന്നത് ചീപ്പിന്റെ ആയിരിക്കും. അത് ചീപ്പെന്ന് പറഞ്ഞാൽ തലയീപ്പിന്റെ വില കുറഞ്ഞത്. പക്ഷെ ഇതിന്റെ വേറൊരു ട്രിക്ക് എന്തോന്നറിയാമോ? എന്തുകൊണ്ടപ്പച്ച ഇതിന്റെ ട്രിക്ക് സൂപ്പർ മാർക്കറ്റ്. ഈ സൂപ്പർ മാർക്കറ്റ് എന്ത് ചെയ്യുന്നറിയാം? നമ്മൾ ഇച്ചിരി മുന്നോട്ടല്ലേ നടക്കാം വെളുപ്പിനോട്. അപ്പം ഈ സൂപ്പർ മാർക്കറ്റ് ഈ സാധനം വെക്കുമ്പോ ഈ പഞ്ചസാര എവിടെ ആയിരിക്കും ഇരിക്കുന്നത്? അങ്ങ് ഉണ്ട് മുളക് പലവ്യഞ്ജനം എല്ലാം. ഓർത്ത് നോക്കിയാ നീ ഒരു സൂപ്പർ മാർക്കറ്റ് മനസ്സിൽ കണ്ടേ? അങ്ങേ അറ്റം വരെ പോകുമ്പോഴത്തേക്ക് നമ്മൾ സോപ്പ് ചീപ്പ് കണ്ണാടി അത് ഇത് എല്ലാം കണ്ട് ഏറ്റവും അവസാനം കൊച്ചുങ്ങൾ മൊത്തം വലിച്ചു വാരി. കൊച്ചുങ്ങളുടെ സാധനങ്ങൾ വെച്ചേക്കുന്നത് എങ്ങനെയാണെന്നറിയാം? അവർ കുനിഞ്ഞെടുക്കത്ത രീതി, അവരുടെ കണ്ണ് കൃത്യമായിട്ട് അതിനകത്ത് വരുന്ന രീതിയിൽ ചോക്ലേറ്റ് എല്ലാം കൂടെ ക്രമീകരിച്ച് വെച്ചേക്കും. അവര് വരുന്ന നേമോളും ആദ്യം കാണുന്ന അതാ. നമ്മൾ അന്നേരം പറയാം കാഡ്ബറീസ് ഇവിടെ ഇല്ല കേട്ടോ. അപ്പൊ ഉടനെ നോക്കുമ്പോൾ കാഡ്ബറീസ് അവിടെ ഇരിക്കുക. ഉടനെ അതോ ഇപ്പൊ എന്തോന്ന് പുല്ല് 40 രൂപയുടെ പാക്കായിരുന്നു നമ്മൾ മേടിച്ചു കൊടുത്തോണ്ടിരുന്നത്. സിൽക്കി അതും കൂട്ടിയ വില എന്റെ അമ്മോ 55 രൂപയാക്കി ഈ 40ന്റെ സാധനം. ചോദിക്കാൻ ആരുമില്ല. ഇന്ത്യയിൽ എന്ത് വിലയും എന്ത് കമ്പനിക്ക് വിടാം. എല്ലാ സാധനത്തിന്റെയും നോക്കാം. കാരണം ഒരു ഉപഭോക്തൃ സംസ്കാരം. എന്തുവാടേ പറയുന്നത്? GST കുറഞ്ഞെന്നും പറഞ്ഞോണ്ട് ഈ GST കുറഞ്ഞ സാധനം ആൾക്കാർ മേടിച്ചു കഴിഞ്ഞില്ലേ? ചേട്ടൻ എല്ലാ സാധനവും മേടിച്ചു വെച്ചാൽ ഇനി വില കുറയ്ക്കാൻ പറ്റുമോ? ഏട്ടാ പറ്റുമോ? ആ പഴയ വിലക്ക് കൊടുത്തേ പറ്റൂ. ഇത് തീരുമ്പോഴത്തേക്ക് അമ്മ MRP കൂട്ടി അടുത്ത് വരും സാധനം. വില കൂട്ടും. ജനത്തെ പഴിയാനെന്ന് പറഞ്ഞാൽ എന്തുവാ പാട്? ജനത്തെ എന്തും ചെയ്യാന്നേ. നമ്മുടെ കൂട്ടുള്ള ഇതുപോലെ മാർക്കറ്റിംഗിൽ വേറെ രീതി ചിന്തിക്കുന്നവരാ നമ്മൾ. നമ്മുടെ കയ്യിൽ കപ്പ കിട്ടിയാലും വേറെ ലെവലിലേ നമ്മൾ ചിന്തിക്കും. മനസ്സിലാവുന്നു? എന്തും കാണിക്കും. മനസ്സിലാവുന്നു? എന്ത് ഉളത്തരവും കാണിക്കുന്ന രീതിയിലാണ് മാർക്കറ്റിംഗ് നടക്കുന്നത്. ഈ ഒരു പട്ടി കിട്ടി കഴിഞ്ഞാൽ പട്ടിയെ നമ്മൾ കൂട്ടിലാക്കിയിട്ട് കഴിഞ്ഞാൽ പട്ടിയെ തുറന്നു വിട്ടിട്ട് അതിനകത്ത് എല്ലാം ഒപ്പിക്കും. 1000 കാര്യങ്ങൾ അതിനകത്ത്. ഞങ്ങൾ ഇച്ചിരി കൂടെ നടന്നിട്ട് വരട്ടോ കേട്ടോ. 1000 കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് എന്ത് ചെയ്യും? ആഡ് ചെയ്യിപ്പിക്കും. മനസ്സിലാവുന്നോ? അപ്പം അന്നേരം നമ്മൾ എന്ത് ചെയ്യും? ഈ സൂപ്പർ മാർക്കറ്റ് യഥാർത്ഥത്തിൽ ഒരു ദിവസം പറയാനുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം കൊണ്ട് തീരത്തില്ല. എന്നെ ഇത്ര ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വീഡിയോ കൃത്യമായി കേൾക്കുന്ന ഒരാൾക്ക് ജീവിതത്തിൽ എവിടെയും പ്രസംഗിക്കാം. നിങ്ങൾ എനിക്ക് ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ എന്നുള്ളതല്ല. പക്ഷെ നിങ്ങളൊരു കാര്യം ആലോചിച്ചോണം. നിങ്ങളുടെ ജീവിതത്തിൽ ആരും നിങ്ങൾക്ക് പറഞ്ഞു തരാത്ത, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചുമ്മാ മേടിച്ചൊന്നുമല്ല. ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു എഞ്ചിനീയറിംഗ് കോഴ്സ് കഴിഞ്ഞ് MBA MA MPhil LLB LLM ഒക്കെ കേരള യൂണിവേഴ്സിറ്റികളിൽ പഠിച്ച് ഡോക്ടറേറ്റ് ചെയ്തൊരുത്തനാ. അപ്പൊ എന്റെ തലച്ചോറിനകത്ത് വരുന്ന ഒരു ആശയമാണ് ഞാൻ നിങ്ങൾക്ക് പറയുന്നത്. എനിക്കൊരാളെ ചൊറിയാനോ അല്ല എന്തുമില്ല, ഇനി ഒരു മിനിറ്റ് കൊണ്ട് ഒരാളെ ദേഷ്യം പിടിപ്പിക്കാൻ എനിക്കറിയാം. പക്ഷെ ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്യത്തില്ല. ഞാൻ അതുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി എന്താ രക്ഷപ്പെടാത്തതെന്ന് പറഞ്ഞത്. കോൺഗ്രസ് പാർട്ടിയിൽ ഇപ്പൊ സോഷ്യൽ മീഡിയയിലൂടെ എന്ത് ചെയ്യണം? നീ ഇപ്പൊ കൈ ഇങ്ങനെ മനത്തിയില്ലേ? സോഷ്യൽ മീഡിയയിലൂടെ എങ്ങനെ മാർക്കറ്റ് ചെയ്യുന്നതെന്ന് പഠിക്കണം. മനുഷ്യന്റെ തലച്ചോറിന് ഇതെല്ലാം മൈൻഡ് ഗെയിം ആണോ? പിന്നെ ഇതേപോലെ മൈൻഡ് ഗെയിം വെക്കണം. ഈ KJ ഷൈന്റെ വിഷയമൊക്കെ വന്നപ്പോ ഞാൻ ഇപ്പൊ വ്യക്തമായിട്ട് പറഞ്ഞു, അതൊക്കെ കൃത്യമായ മൈൻഡ് ഗെയിമാ. മനസ്സിലായോ? അവരതിനകത്ത് എസ്കേപ്പ് ആയി. അവന്മാരെല്ലാം പൊട്ടന്മാരോ കാര്യം എങ്ങനെ വെച്ച് അവർ കൃത്യമായി പോലീസിനെ ഉപയോഗിച്ചു. ചാടിക്കേറി ആടാ റോഡ് അവിടെ ചെയ്യടാ ഇവിടെ ചെയ്യടാ. ഈ ചെയ്തവന്മാരെല്ലാം പേടിപ്പിച്ച് നശിപ്പിച്ച്.
മനസ്സിലായോ? എന്തോ നടന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നിട്ടാ എടേ എന്തോ നടന്നേ. എന്നെ ഇപ്പൊ ഒരുത്തന് വേണമെന്നുണ്ടെങ്കിൽ 2 ദിവസത്തേക്ക് പിടിച്ച് സ്റ്റേഷന്റെ അവിടം വരെ കൊണ്ടുപോയി. ഇപ്പൊ പ്രിന്റു മഹാദേവ് അവിടെ ഞാൻ മനസ്സിലായോ? യഥാർത്ഥത്തിൽ ഈ ചാനലുകാർ വലിയ അഭ്യാസം എന്തെങ്കിലും ആദ്യം അവിടെ കാണിച്ചു. ഇല്ല. അവിടെ ആ നിയമസഭയിൽ അവര് പറഞ്ഞൊരു പോയിന്റും കറക്റ്റാ. ഡേ നിങ്ങൾ കേസ് കോടതി കൊടുക്കണം. മനസ്സിലാവുന്നോ? നിങ്ങൾ ഒരു കാര്യത്തിനകത്ത് ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം. എടേ ലിനി, നീ ഇപ്പൊ തന്നെ ഉണ്ടല്ലോ ഈ സുഖിപ്പിച്ച് സംസാരിക്കുന്ന ഇതെടുക്കരുത് നമ്മൾ ജീവിതത്തിൽ. ഈ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ടഫാ. മനസ്സിലാവുന്നോ? ഈ ടഫ് പറയുമ്പോഴത്തെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. വേറൊരാൾ സൂഹിപ്പിച്ച് നെൽസൺ പറഞ്ഞത് നല്ലോണം സൂഹിച്ച് അങ്ങനെ പറയാൻ വേണ്ടി ഒരു സാധനത്തിനകത്ത് നമ്മളത് കേൾക്കാൻ നിൽക്കരുത്. നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യം കൃത്യമായിരിക്കണം. അതിനകത്ത് ജെനുവിനിറ്റി ഉണ്ടാവണം. ഞാനത് എനിക്കറിയാം ചില കാര്യങ്ങൾ ഞാൻ തുറന്നു പറയാതിരുന്നാലും ഞാൻ എന്ത് വേണം, ഞാൻ ഈ പറയുന്ന കൃത്യമായിട്ടാണ്. ഇപ്പോഴത്തെ ഈ മാർക്കറ്റിംഗ് ടെക്നിക്സ് തന്നെ ജനം ഇത് അറിയണം. മനസ്സിലായോ? കൊച്ചുങ്ങളെ കൊണ്ട് എങ്ങനെയാ സാധനം എടുപ്പിക്കുന്നത്, അതുപോലെ തന്നെ ലേസ് ഇരിക്കുന്ന സ്ഥലം. നിങ്ങൾ ഇനി പോകുമ്പോൾ ഇതെല്ലാം പലവ്യഞ്ജന സാധനം എവിടെയാണ് ഇരിക്കുന്നത്, ഓഫർ സാധനങ്ങൾ എവിടെ ഇരിക്കുന്നത്, ഇങ്ങനെയുള്ള നൂറുകണക്കിന് ചോദ്യങ്ങളുടെ എന്തുകൊണ്ട് ചായ അവിടെ വോളിബോൾ ഗ്രൗണ്ടിൽ അച്ഛൻ പോകുന്നുണ്ടോ അവിടെ? അല്ല ഒരു ഇവിടെ നല്ല പിള്ളേരാച്ചാ. ഒന്ന് തീർക്കണമെങ്കിൽ അവിടെ അമ്മമാരോട്ടൊക്കെ ഒന്ന് സഹകരിച്ച. ഇവിടെ പിള്ളേരുണ്ടോ? സ്പോർട്സിന്റെ ഒരു അക്കാഡമി സൗദി നമ്മുടെ പയ്യനായിട്ട് അങ്ങോട്ട് പോകാം. ഓക്കെ, താങ്ക് യു അച്ഛാ. നടക്കട്ടെ. ബീച്ചാൻ നമ്മുടെ വോളിബോളിന്റെ വലിയ കളിക്കാരനാട്ടോടി. പണ്ട് നമ്മുടെ ടീമുകളിലെല്ലാം അച്ഛനായിരുന്നു നമ്മുടെ ഒരു നിറ സാന്നിധ്യം. അച്ഛനെ, പൊടിമോനെ, അങ്ങനെ നൂറുകണക്കിന് ആൾക്കാരുണ്ടായിരുന്നു. തിരക്കണമെങ്കിൽ എന്ന് പറഞ്ഞാൽ അത് പറയാൻ നിൽക്കുന്ന അത് ഒത്തിരി പറയണം. അതൊരു ദിവസം പറയാം. അപ്പൊ നമ്മള് സൂപ്പർ മാർക്കറ്റില് പഞ്ചസാര ഇതൊക്കെ വെക്കുന്നത് വളരെ വലിയ. ഇതൊന്ന് പിടിച്ചേ, ഇങ്ങനെ പിടിച്ചേ ഒരു സെക്കൻഡ്. ഞാൻ ഒന്ന് കയറി ഇരിക്കട്ടെ. കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ കനാലിന്റെ ഒരു തിട്ടയിൽ കയറി ഇരുന്നതാ. ഓക്കെ, ഇനി എന്തായിരുന്നു പറയാനുള്ളത്? അപ്പൊ ഈ ഞാൻ പറഞ്ഞു വന്നത് സൂപ്പർ മാർക്കറ്റില് ചോക്ലേറ്റ്സ് വെച്ചേക്കുന്നത്, പാവ വെച്ചേക്കുന്നത്, കൊച്ചുങ്ങള് അത് ഇത് ചെയ്തേക്കുന്നത്, അതുപോലെ തന്നെ ഓഫറായിട്ടുള്ള സാധനങ്ങളൊക്കെ ഏറ്റവും മുകളിലാണ് എടുത്തു വെക്കുന്നത്. ഇങ്ങനെയൊക്കെയാണ് അതിന്റെ തന്ത്രങ്ങൾ. മനസ്സിലാവുന്നു? അപ്പൊ സൂപ്പർ മാർക്കറ്റ് ഒരു ദിവസം എന്നോട് ചോദിച്ചാൽ ഞാൻ സൂപ്പർ മാർക്കറ്റ് പറഞ്ഞുതരാം. പിന്നെ ഈ ഹോട്ടലിലെ മെനുകൾ, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ അത്ര ഇല്ലെന്നുണ്ടെങ്കിലും വലിയ വലിയ സ്ഥാപനങ്ങളിൽ ഇംഗ്ലീഷുകാരൂടെ വരുന്ന സ്ഥലമുണ്ട്. ഭയങ്കര ടെക്നിക്കാ. ഇപ്പൊ ഈ ഹോട്ടലിൽ എന്താ അറിയോ, പൊറോട്ട പൊറോട്ട അവിടെ ഒരു 30 രൂപ 40 രൂപ ഒക്കെ വരും. അപ്പൊ 40 രൂപ എഴുതും. ഇംഗ്ലീഷുകാരന് അപ്പുറത്ത് അവിടെ നോക്കുമ്പോ അവന് ഡോളറിൽ ട്രാൻസ്ഫർ ചെയ്യുമ്പോണ്ടല്ലോ അത് ഡോളറിലാക്കും. $1 അല്ലെ $2 എന്നായിരിക്കും. പൊറോട്ട ഉള്ളി $2. പക്ഷെ സംഭവം എത്ര കയറി? 190 രൂപ എടുക്കും. അവന് 30 രൂപ. അങ്ങനെ ഈ ഡോളറും രൂപയുടെയും ദയവേത് പറയാ എന്തോ ഇതാണ്. നമ്മൾ കയറിയിട്ട് ആ അബദ്ധം കാണിക്കരുത്, ഓർഡർ ചെയ്ത് കളയരുത്. ആ പൊറോട്ടയ്ക്കകത്ത് ഇങ്ങനെ എഴുതും, കേരള പൊറോട്ടയെന്നായിരിക്കും ഇപ്പുറത്ത് എഴുതുന്നത്. അപ്പുറത്ത് എഴുതുന്നതാണ് എന്നുൾ പൊറാട്ട. ഒരു 2-3 ഇട്ടിട്ട് ഒരു പൊറോട്ട ഇടും, ചിലപ്പോ ഇസഡ് ഇട്ടിട്ട് ഒരു പൊറോട്ട ഇടും. അങ്ങനെ ഇടുമ്പോഴത്തേക്ക് ഈ സാധനത്തിന്റെ വില പോകുന്നു. അതുകൊണ്ട് നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. ചിക്കൻ ഗുലാബ് ബുക്സി എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഇടും. അതിനകത്ത് എന്തോ ചോദിക്കുന്ന ഇച്ചിരി അജിനാമോട്ടയും വരും, തക്കാളിയും വരും, ആ ചിക്കന്റെ പീസ് മൊത്തം ചിക്കൻ ഒരുമിച്ച് പുഴുങ്ങി വെക്കത്തേ ഉള്ളൂ. അന്നേരം അത് ശ്രദ്ധിച്ചോണം. കേരളീയൻ ശ്രദ്ധിക്കേണ്ട സാധനമാണ് കേട്ടോ. അതിനകത്ത് ചിക്കനകത്തൊന്നും വ്യത്യാസം വരത്തില്ല. അതായത് നമ്മളൊരു ഉദാഹരണം പറഞ്ഞ കേട്ടോടി, നമ്മുടെ ഒരു ഉദാഹരണം പറഞ്ഞാൽ എന്തുവാ, നമ്മുടെ കപ്പ വടാ ലിയോണേ കേട്ടോ, ഈ കപ്പയുടെ കേസ് ഒന്ന് ആലോചിച്ച് നോക്ക്. നമുക്ക് ഈ കപ്പ ഈ മണ്ണിൽ നിന്ന് കിട്ടുന്ന കപ്പ തന്നെ അല്ലി അമ്മമാര് തരുന്നേ. അത് താജിന്ന് തന്നാ എങ്ങനെയായിരിക്കും വില? ഈ തന്ത്രം തന്നെയാണ് ഉപയോഗിക്കുന്നത്. മനസ്സിലാവുന്നു? അപ്പം ഇത് തന്നെ നമ്മുടെ നാട്ടിലുള്ള മീൻ ഈ കടലിൽ നിന്നാ മേടിക്കുന്നത്. ഇതെന്ത് മറ്റവന് നല്ലോണം സ്റ്റോർ ചെയ്യാൻ അറിയത്തില്ല. ആർക്കാ? സാധാരണക്കാരന്. മറ്റവൻ നല്ല കൃത്യമായി ലുലുവിൽ എന്ത് ചെയ്യും, ഇത് സ്റ്റോർ ചെയ്യും. അത് ഞാൻ പറയുന്നില്ല കേട്ടോ. അത് പറഞ്ഞ് അങ്ങോട്ട് പോയാൽ ഒരു ദിവസം പറഞ്ഞാൽ തീരാത്ത സംഭവങ്ങളാണ്. എന്ത് വരുന്നു, വേറെ എന്ത് വരുന്നു, ഞാൻ ഒരു പോയിന്റ് കൂടെ പറയാനുള്ള എന്തെങ്കിലും ഉണ്ടോ എന്നൊന്ന് ആലോചിക്കാം. ഈ ഹോട്ടലിന്റെ പറഞ്ഞായിരുന്നല്ലോ. ഈ എന്നിട്ട് വേറെ എന്താന്ന് വെച്ചാൽ ഈ സ്മോളർ പോർഷൻ ഉണ്ടല്ലോ, ചെറിയ ഒരു പോർഷൻ. മനസ്സിലാവുന്നു? അതായത് ഈ സോപ്പിന്റെ തന്നെ വേണമെങ്കിലും എടുക്കാം. ചെറിയ സോപ്പ് എടുത്തിട്ടും വലിയ വിലക്ക് വരുന്ന ഒരു ടെക്നിക്ക് ആണെന്ന് പറഞ്ഞാൽ പണ്ടത്തെ ആ സത്യത്തിൽ എന്ത് വരുന്ന ആ സാധനത്തിന്റെ പേര്, നമ്മുടെ ലൈഫ് ബോയ് അല്ലല്ലോ, വേറെ സോപ്പ് ഉണ്ടല്ലോ നമ്മുടെ എല്ലാവരും ഉപയോഗിക്കുന്നത്. ഫ്ലെക്സ് അല്ല, അന്ന് പുരുഷയുടെ നല്ല ക്വാളിറ്റി സോപ്പായിട്ട് എല്ലാരും കാണുന്നത് നമ്മുടെ പിയേഴ്സ് ആണ്. മനസ്സിലായോ? ഈ പിയേഴ്സ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡോവ് ഒക്കെ പൗഡറിലൂടെ കൊണ്ടുവന്ന് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ അടിച്ച് മൊത്തം ഡോവിന്റെ എല്ലാ പ്രോഡക്റ്റും അവന്മാരും ഉണ്ടാക്കി. വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അതിന്റെ കണ്ടന്റിനെ പറ്റി. ദയവ് ചെയ്ത് ഞാൻ പറയാം, ഒരു സാധനം
എന്തായാലും കാശുള്ളവൻ വായിക്കുമ്പോൾ അവൻ എന്തായാലും വിദ്യാഭ്യാസം ഉണ്ടല്ലോ, അവൻ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, അത് വായിക്കണം. ഇതുപോലെ തന്നെ ഇപ്പം ഈ ലേണിംഗ് ആപ്പുകൾ അമ്മരെന്ന് പറഞ്ഞാൽ ഫ്രീയാ. എന്താന്ന് 10 മിനിറ്റ് ഇതിന്റെ പേരെന്താ, അതെ നമ്മൾ തന്നെ ഇപ്പൊ നമ്മളൊരു ഓൺലൈനിൽ ഒരു കോഴ്സ് തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായി അത് കൊച്ചുങ്ങളുടെ തലച്ചോറിനനുസരിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. ട്യൂഷൻ അതിനകത്ത് ഈ കാര്യം ഇരിക്കുന്നത് ആപ്ലിക്കേഷൻ ഓറിയന്റഡ് ആയിട്ട് കൃത്യമായി നമ്മുടെ സീരിയലിനകത്തില്ലേ പക്ഷെ നാളെ എന്ത് ആ ക്യൂരിയോസിറ്റി ഉണ്ടാക്കി വെക്കും. സൈലം പറയുന്ന കേട്ടോ, നമസ്കാരം കേട്ടോ. സൈലം എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? കൃത്യമായിട്ട് നാളെ അത് അങ്ങനെയല്ലെന്ന് അവര് പറയുന്നത് ന്യൂട്ടൺസ് ലോയെ പറ്റി പറയും. മനസ്സിലായോ? എവരി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ മനുഷ്യനെ അത് കേൾക്കുന്നവനും അത് മനസ്സിലായി. അല്ലെന്നുണ്ടെങ്കിൽ ഒരു വസ്തു എന്താ ന്യൂട്ടനെ നിങ്ങൾ ഇത്രയും നാൾ പഠിച്ചതുപോലെ അല്ല, ന്യൂട്ടൺ ലോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. അതായത് ഒരു വസ്തു ഒരിടത്ത് ഇരിക്കുന്നു, അല്ലെങ്കിൽ തെങ്ങിന്റെ മുകളിൽ ഇരിക്കുന്നു, അല്ലെന്നുണ്ടെങ്കിൽ സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു ട്രെയിൻ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഏതുവരെ അതിലൊരു ബലം നിന്ന് പ്രയോഗിക്കുന്നത് വരെ ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് ലോ. ജനം ഞെട്ടി. അപ്പൊ രണ്ടാമത് അതിൽ പ്രയോഗിക്കുന്ന ബലത്തിൽ എന്തായിരിക്കും, ആ പ്രയോഗിച്ച ബലം എന്ന് പറയുന്നത് അതിന്റെ മൊമെന്റോ എന്ന് പറയുന്നത് എന്തായിരിക്കും, അളവ്. സെക്കൻഡ് ലോ എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ് നമ്മളെ എന്ത് ചെയ്യും, മൂന്നാമത്തെ ലോ എന്ന് പറഞ്ഞാൽ അതിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഒരു റിയാക്ഷൻ ഉണ്ടാവുമെന്നും അങ്ങ് പറഞ്ഞു തന്നെ നമുക്ക് മനസ്സിലാവുന്നോടെ. അപ്പൊ ഈ പറഞ്ഞു കഴിയുമ്പോഴത്തേടാ യൗമാര് പഠിപ്പിക്കും, ഇത്രയും നാൾ ടീച്ചർ പഠിപ്പിച്ചിട്ട് എനിക്കിത് മനസ്സിലായില്ലല്ലോ. യെസ്, മനസ്സിലാവുന്നോ? ടീച്ചറെ സംബന്ധിച്ചിടത്തോളം പഠിപ്പിക്കാൻ കൊടുത്ത വിദ്യാഭ്യാസ സ്റ്റൈലും യൗമാരുടെ വിദ്യാഭ്യാസ സ്റ്റൈലും തമ്മിൽ വ്യത്യാസമായി. പക്ഷെ സൈലത്തിനൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു 10-25,000 കോടി രൂപയുടെ ലാഭം ഇതുണ്ടായി. ആ രീതിയിലേക്ക് ആ ബിസിനസ് വളർന്നു. മനസ്സിലാവുന്നു? ട്യൂഷൻ സെന്റർ പോലെ അതാ പറയുന്നത്, നമ്മുടെ നാട്ടിലെ എല്ലാ കൊച്ചുങ്ങൾക്കും ഇത് ചെയ്തൂടെ, പഠിച്ച കൊച്ചുങ്ങൾക്ക്. അത് കാര്യം എന്താ, നമ്മുടെ ആൾക്കാർ വിശ്വസിക്കത്തില്ല. നമ്മളെല്ലാവരും ട്യൂഷൻ എല്ലാരും എടുക്കണോടെ. തൊട്ടപ്പുറത്തെ വീട്ടിൽ 5 പിള്ളേരെ കൂട്ടി ഒരാൾ എടുക്കണം. അവരൊരു കമ്പനി പോലെ സ്റ്റാർട്ട് ചെയ്ത് വിദ്യാഭ്യാസം ഉള്ളവർക്കെല്ലാം വീട്ടിൽ ഇരുന്ന് ഏൺ ചെയ്യാൻ വേണ്ടി ട്യൂഷൻ എടുക്കാം. അതെടുക്കാം. എന്നാലും നമുക്ക് അതിന്റെ 4 ഇരട്ടി വീട്ടിൽ ഇരുന്ന് അല്ലാതെ ഉണ്ടാക്കാലോ. അവൻ ലാഭത്തിനല്ലേ ഇത് ബിസിനസ് ചെയ്യാനിരിക്കുന്നത്. ഓക്കെ, അത് നല്ലതാണ് സംഭവം, ഞാൻ അതിനെതിരെ പറയുന്നില്ല. ഇനി അടുത്ത എന്തോന്ന് ചോദിച്ചാൽ ഇനി എന്തോ പറയാനുള്ളേ, ഈ പഴയ സാധനം, പണ്ട് ബൈബിളിൽ ഒരു വാക്യമുണ്ട്, എന്ത്, പഴയ വീഞ്ഞ് പുതിയ തുരുത്തിയിൽ ഒഴിച്ചു തരും. ആ സോപ്പ് തന്നെ എടുത്ത് വേറെ കവറിനകത്ത് ഇട്ട് പൈസ കൂട്ടിത്തരും. മനസ്സിലാവുന്നോടെ? വേറെ എന്തോന്ന് അത് വേറെ എന്താ ഇതിനകത്ത് വേറെ എന്തെങ്കിലും ഓർമ്മിപ്പിക്കാനുണ്ടോന്ന് ചോദിച്ചാൽ വേറൊരു സാധനമുണ്ട്. അഡ്വക്കേറ്റ് ആർ മധുസൂദനൻ, രാജൻ മാത്യു. അതായത് നമ്മുടെ ഈ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ ബജാജിന്റെ ഒരു സാധനം യോമാരെന്ത് ചെയ്യുന്നറിയാമോ, ഇൻഷുറൻസ് ഇട്ട് നമുക്ക് തന്നു. നമ്മളൊരു ലാപ്ടോപ്പ് മേടിച്ചു, ഓക്കെ, ഒരു പ്രോഡക്റ്റ് മേടിച്ചു, അതിനകത്ത് സർവീസ് വാറണ്ടി കൊടുത്തു. ഇതെല്ലാം കൃത്യമായിട്ട് നമ്മളിപ്പോ ഓക്സിജനിൽ നിന്ന് മേടിച്ചു, അത് വേറൊരു ലൈവായിട്ട് പറയേണ്ട വിഷയമാണ്. അപ്പൊ അതിനകത്ത് കണ്ടോ, ഓണത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് എല്ലാം എന്തുണ്ടായിരിക്കത്തില്ല, അടുത്ത ഓണത്തിനേക്ക് ഇല്ലാതാകും 100%. അങ്ങനെ അതിനകത്തൊരു ട്രിക്കുണ്ട്. അപ്പൊ അതിനോടുപരി അവന്മാരെന്തോ ഇത് ചെയ്യുമെന്നറിയാമോ, സാധനങ്ങളുടെ വാറണ്ടി കൊടുക്കും, പിന്നെ ഒരു അഡീഷണൽ ഇൻഷുറൻസ്. അതെടുത്താൽ ഇതൊക്കെ എന്തോ യഥാർത്ഥത്തിൽ ഇവിടെ കൊള്ളയാണോന്നോ, ഇതൊക്കെ വലിയ 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 തേപ്പല്ലയോ. പക്ഷെ ഈ ജനത്തിന് ഇത് എന്തുകൊണ്ട് തിരിച്ച് ഞാൻ ചോദിക്കുന്നു, ഒരു രാഷ്ട്രീയക്കാരൻ ഇത്തരത്തിലുള്ള ജനങ്ങളുടെ പ്രശ്നത്തിന് വേണ്ടി സമരം ചെയ്തു. പിന്നെ അവര് ഇപ്പൊ ബജാജ് വേറെ ഇറങ്ങിയിട്ടുണ്ട്, ഇപ്പൊ നമ്മുടെ ഒരു ഇത് അടയ്ക്കാൻ വേണ്ടി നമുക്ക് പൈസ ഇല്ലെങ്കിൽ അവർ ഒരു ലോൺ തരാം. അതാ പറയുന്നേ, എല്ലാവരും അങ്ങനെയാണ്. പിന്നെ വേറൊരു കാര്യം എന്താ, ഇതിനെല്ലാം ഫേക്ക് റിവ്യൂസ് തരും. ഒരുത്തനെ വിളിച്ചോണ്ട് വന്ന് ഇപ്പൊ ഈ മെന്റലിസം ട്രെയിനിങ്ങിന്റെ ഒരു പ്രശ്നം പറയുന്ന കേട്ടിട്ടുണ്ടോ? എല്ലാരും മെന്റലിസത്തിലേക്ക് ഇറങ്ങിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും പണ്ടത്തെ പറയുന്ന ഈ പഴയ കാലഘട്ടത്തിൽ അവരുടെ കൂട്ടുകാരെയൊക്കെ ഇവരിപ്പൊ കാണുമല്ലയോ, അപ്പൊ അവരെ വളച്ചിടാൻ പറ്റുമോ, അല്ലെന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെ നടക്കൂ എങ്ങനെ നടക്കൂ എന്നുള്ള കാലഘട്ടമൊക്കെ പിള്ളേരും ഒക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നത്. ഞങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കൂടെ? നമ്മൾ അന്നേരം എന്താണെന്നറിയാമോ, യവന്മാരെ നമ്മുടെ പ്രദീപ് എന്നോട് പറഞ്ഞു മെന്റലിസം ഒന്ന് പഠിക്കണോ വെച്ചാൽ. എന്താ കാര്യം, അവിടെ ചെന്നിട്ട് അവര് കൈ കൊടുക്കുന്നതിന് മുമ്പേ വേഗം മറിഞ്ഞു വീഴുന്നു. ഇതൊക്കെ മനസ്സിലാവുന്നു. ഇതിനകത്ത് മെന്റലിസത്തിനകത്ത് പ്രത്യേകത ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ നിങ്ങൾ ഈ പറയുന്ന പർപ്പസ് അവന്മാര് സെയിൽ ചെയ്യുന്ന എന്തിനാത്താ? ഇങ്ങനെയൊക്കെയുള്ള നേരെ മറിച്ച് എന്തെങ്കിലും നല്ല കാര്യത്തിന് വേണ്ടിയാണോ? അതിനകത്ത് എന്താ പറയുക, ഒരുത്തനെ എങ്ങനെ പറ്റിക്കാമെന്ന് ചിന്തിക്കുന്ന 1-2 ട്രിക്ക് അടിച്ചിടുക. അങ്ങനെ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഈ നാട്ടിൽ എന്തെങ്കിലും നടക്കൂ. എന്നിട്ട് ഈ ഓൺലൈനകത്ത് ഈ ഫ്ലാഷ് ആയിട്ടുള്ള ഫ്ലാഷ് സെയിൽസ് പറയും, ഏറ്റവും വലിയ തട്ടിപ്പാ. നീ തന്നെ എത്ര വട്ടം സാരി ഞാന് വില കുറഞ്ഞ അവളെ കാണിക്കാം. പറഞ്ഞു അവർ ഉടുത്തൊക്കെ നിൽക്കുന്ന കാണുമ്പോ എന്ത് ഭംഗിയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ആ കളറൊക്കെ ഉദ്ദേശിച്ചാണ് അത് സെലക്ട് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ വരുമ്പോഴത്തേന് ആ കളറ് മങ്ങിയ കളറ് അവര് ബ്രൈറ്റ് ലൈറ്റിലൊക്കെ ഇട്ട് ചെയ്യുന്നതായിരിക്കും.
നമ്മുടെ കൈ കിട്ടുമ്പോഴത്തേന് സംഭവം മങ്ങിയത് അതിന്റെ കൂടെ ഒരു സാധനം ചിലവന്മാരിങ്ങനെ നമ്മളോട് റിവ്യൂ ചോദിച്ച് നമ്മൾ റിവ്യൂ ഇട്ടാ പിന്നെ അവർ അനങ്ങത്തില്ല. പിന്നെ കോണ്ടാക്ട് ഇല്ല, ഒന്നുമില്ല. വേറെ ഈ തിന്നുന്ന സാധനങ്ങളൊക്കെ എങ്ങനെ വിൽക്കുന്നതെന്ന് അറിയാമോ? ഇപ്പൊ നമ്മുടെ മധുവണ്ണനൊക്കെ ഉണ്ടായത് ഞാൻ പറയാം. അല്ലെന്നുണ്ടെങ്കിൽ ഈ തടി നമുക്ക് എന്നോട് പറയാ BP ഷുഗർ യോമാര് വിൽക്കും കേട്ടോടെ. വീണോ പട്ടി? ഓ എന്റെ ദൈവമേ, ലിയോണ വീണേ. ദേഹത്തെല്ലാം ചള്ള വെള്ളം സാരമില്ല, ബാബാ ലിയോണ വീണിരിക്കുകയാണ്. വരും ചെറുതായിട്ട്, പക്ഷെ മണ്ണായിക്കോട് കേട്ടോടി. എന്തായിരുന്നു ഞാനിപ്പോ പറഞ്ഞേ? BP ഷുഗർ. BP ഷുഗർ ഇപ്പൊ ഒരു ബിസിനസിന്റെ ട്രിക്കായി മാറി ഇങ്ങനെയൊക്കെ. അതായത് രാജൻ മാത്യു ഗുഡ് മോർണിംഗ് ചായ, എങ്ങനെ ഉണ്ടോ ചാ? അപ്പം ഉണ്ടല്ലേ ഈ BP അന്നേരം പറയും ലോ ഫാറ്റ് ഹൈ ഷുഗർ. ഷുഗർ പ്രശ്നമില്ല, എന്റെ മോന് ഫാറ്റാ പ്രശ്നം. അത് മേടിച്ചു കൊടുത്തു കളയാം. മനസ്സിലായോ? അങ്ങനെ ഒരു സാധനം പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ യുവമാർ പറയുന്ന ഒക്കത്തില്ല. യുവമാർ പറയുന്നതിനകത്ത് ഇവർ ഈ പറയുന്ന ഫുഡ് മാത്രം തിന്നൊന്ന് ജീവിച്ചു നോക്കി. ഇവർ ലെയ്സ് ഒക്കെ എങ്ങനെയാ മാർക്കറ്റ് ചെയ്യുന്നത്? ഇന്നത്തെ ഏറ്റവും വലിയ ലെയ്സ് ഒക്കെ അഡിക്റ്റ് ആണ്. കാഡ്ബറീസ് അഡിക്റ്റ് ആണ്. പക്ഷെ ഡാർക്ക് ചോക്ലേറ്റ് നമുക്ക് ഇവിടെ ഉണ്ടാക്കുന്ന ആരെങ്കിലും മേടിച്ചിരുന്നു? ഇല്ല. പക്ഷെ ഗൾഫിൽ ഏതേ പോവും, അല്ലെ വിദേശത്ത് ഏതേ പോവും? ഡാർക്ക് ചോക്ലേറ്റ് കുറച്ചുകൂടെ അഡ്വാൻസ്ഡാ. പക്ഷെ നമ്മളിവിടെ എന്ത് ചെയ്യും? എല്ലാം ഷുഗർ വെച്ച് കൈകാര്യം ചെയ്യും. മനസ്സിലാവുന്നോ? ഇത് തന്നെയാണ് സിൽക്കും സിൽക്കി ആയാലും ബബ്ലി ആയാലും. ബബ്ലി എന്നൊക്കെ പറഞ്ഞാൽ എന്തോന്നറിയാമോ? കണ്ടന്റ് ഇല്ല, പക്ഷെ വായിൽ അങ്ങോട്ട് ഇടുമ്പോ മനസ്സിലായോ? പതപതാന്ന് ചവയ്ക്കാൻ പറ്റും. അപ്പൊ നമ്മൾ എന്നാ സുഖം. ആ ചവയ്ക്കുന്ന സുഖേ ഉള്ളൂ. പൈസ പോയത് 190 രൂപ. മനസ്സിലായോ? അപ്പൊ നമ്മളിത് ആലോചിച്ചോണം. ഇതെല്ലാം എന്താണ്? മൈൻഡ് ഗെയിമുകളാണ്. ഇതേ കൂടുതൽ എനിക്ക് ഈ സാധനത്തെ പറ്റി പറയാനില്ല. എന്നിട്ട് ഉദാഹരണങ്ങൾ ഇഷ്ടം പോലെ പറയാൻ പറ്റും. ഇപ്പൊ തന്നെ നിങ്ങൾ ഇത്രയും നേരം എന്നെ കേട്ടിരുന്നില്ലേ? ഇതെന്താ എന്ന് വെച്ചാൽ, ഞാൻ ഈ പറയുന്ന വീഡിയോസിലെ കണ്ടന്റ്സ് ഞാൻ കൃത്യമായും ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെല്ലാം ജനങ്ങൾ മനസ്സിലാക്കേണ്ടതും നിങ്ങളുടെ അറിവ് വർദ്ധിക്കും. മനസ്സിലായോ? നമ്മുടെ അൽഗരാദി ഭാവിച്ചുണ്ട് കേട്ടോ. അച്ഛൻ ഇപ്പൊ ഇങ്ങനെ നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അച്ഛൻ ചിന്തിക്കുന്ന എങ്ങനെ അറിയാം? അച്ഛൻ ഇപ്പൊ കോഴിമുട്ട, പശുവിന്റെ പാല്, ഇങ്ങനെ കുറെ സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് വീട്ടിൽ നിന്ന്. പട്ടാളക്കാരനാ. അപ്പൊ ആ പെൻഷനൊക്കെ കിട്ടുന്നുണ്ട്. അതെടുക്കത്തില്ല, അത് അക്കൗണ്ടിൽ ഇടത്തേ ഉള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യുമെന്നറിയാമോ? ഈ കോഴിമുട്ടയ്ക്കകത്ത് എങ്ങനെ മനസ്സിലാണോ? കോഴിമുട്ട. പക്ഷെ വേറെ കാര്യമുണ്ട്. അദ്ദേഹം ഈ പ്രായത്തിൽ ഏകദേശം 100-150 ആണോ എനിക്കറിയത്തില്ല, 500 ഒത്തിരി ഉണ്ട്. ഏതാണ്ട് 1.5 ഏക്കറിനകത്ത് വാഴ നട്ടു. പിന്നെ റബ്ബർ, പിന്നെ കോഴി, ടർക്കി കോഴി. ആർക്ക് വേണമെങ്കിലും അവിടെ ചെന്നാൽ മുട്ട കിട്ടും. പക്ഷെ പുള്ളി ഒറ്റയ്ക്ക് അങ്ങ് തിന്നുക. കഷ്ടമൊന്നുമില്ല. അയാൾ നമുക്ക് വേണ്ടപ്പെട്ടവനും നമ്മുടെ ഏറ്റവും അടുത്ത ആളാ കേട്ടോ. ഞാനും അയാളോടൊക്കെ ഗൾഫിൽ എന്നെ കൊണ്ടുപോയി ചിലയിടത്തൊക്കെ തിന്നാൻ കൊണ്ടുപോകും കേട്ടോ. ഭയങ്കര ഉടായിപ്പനാ. വണ്ടിക്ക് 120 കിലോമീറ്റർ സ്പീഡിലാ പോകുന്നത്. അപ്പൊ ഇവിടെ വന്നിട്ട് എല്ലാം മര്യാദയായി വീട്ടിൽ ഒതുങ്ങി നിൽക്കുകയാണ്. ഇതിനകത്തുണ്ട്. അതാണ് ആ ബാബു പാപ്പച്ചൻ എഴുതിയേക്കുന്ന ആള്. ഓക്കെ, അപ്പൊ ചേട്ടാ ഒരു ചായ. എന്ത് കളർ വേടാ ലിയോണ വേണ്ട. വേണ്ട.